സംഗീതം നിലച്ച ഗിത്താർ എന്ന തോമസ് കാവാലം സാർ എഴുതിയ മിനിക്കഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസ്സി ജോൺ. മേശപ്പുറത്തിരുന്ന ഗിത്താർ കയ്യിലെടുത്ത് സ്റ്റെല്ല പല പ്രാവശ്യം തിരിച്ചും മറിച്ചു നോക്കി. അത് വായിക്കാൻ അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതിന്റെ മാസ്മരിക സംഗീതത്തിൽ അവൾ അലിഞ്ഞില്ലാതായ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഒരു നിമിഷം അവൾ അതിന്റെ നേർത്ത കമ്പികളിൽ ഒന്ന് തട്ടി. അവളുടെ ഹൃദയത്തിൽ തട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ആ സ്വരം അവളെ ആവേശം കൊള്ളിച്ചു. അപ്പോൾ അവൾ മറ്റൊരു കമ്പിയിൽ തട്ടി. അതേ സ്വരം. കമ്പികൾക്ക് സ്വരങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കാനാവൂ എന്നും അത് വായിക്കാതെ സംഗീതം പുറത്തു വരില്ല എന്നും അവൾ തിരിച്ചറിഞ്ഞു. ഒരേ സ്വരം. എന്തൊരു വിരസത! വീണ്ടും അവൾ ഒരു കമ്പിയിൽ തട്ടി. അപ്പോൾ അവളുടെ ഹൃദയം അവളോട് മന്ത്രിച്ചു. നിലച്ചാലും ഹൃദയത്തിൽ മുഴങ്ങുന്ന ചില സംഗീതങ്ങളുണ്ട്. ശരിയാണ്, സ്റ്റെല്ലയ്ക്ക് തോന്നി. ഇന്നേക്ക് 3 വർഷം തികയുന്നു ആ നാദം നിലച്ചിട്ട്. അതിനുള്ളിൽ അയാൾ രാജ്യത്തെ ഒരു പ്രശസ്തനായ സംഗീതജ്ഞനായി കഴിഞ്ഞിരുന്നു. അവളുടെ പ്രിയപ്പെട്ടവൻ ആ ഗിത്താറിൽ പുതിയ പുതിയ സംഗീതങ്ങൾ മെനയുമ്പോൾ, ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അവൾ ആവേശം കൊണ്ടിരുന്നു. അങ്ങനെ ഒരു നിമിഷത്തിലാണല്ലോ അവൾ അവനിൽ ആകർഷ്ടയാകുകയും പ്രേമബദ്ധിയാകുകയും ചെയ്തത് എന്ന് അവൾ ഓർത്തു. പ്രേമത്തിന്റെ വിത്തുകൾ പാകിയ സംഗീതം, ആ വിത്തിനെ മുളപ്പിച്ച് സംഗീതമാക്കിയ സംഗീതം, അത് നിലച്ച 3 വർഷങ്ങൾ, 3 ജന്മങ്ങൾ പോലെ അവൾക്ക് തോന്നി. ദുർവിധി! അവന്റെ ആകസ്മിക മരണം അവളെ ഒറ്റപ്പെടുത്തി, തളർത്തി, നിർജീവമാക്കി. അവൾ വീണ്ടും അവളുടെ വിരലുകൾ ആ ഗിത്താറിന്റെ മാറിലൂടെ ഓടിച്ചു. അതിൽ നിന്ന് വന്ന സ്വരങ്ങൾ അവളെ മുറിവുകളെ സുഖപ്പെടുത്തുന്നത് പോലെ അവൾക്ക് തോന്നി. ഈ സ്വരങ്ങൾ സംഗീതമായിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു. വീണ്ടും വീണ്ടും ഒരു ഭ്രാന്തിയെ പോലെ അവൾ ആ കമ്പികളിൽ തൊട്ടു തലോടി. ചിലപ്പോൾ കമ്പികൾ പൊട്ടുമാറ് അവൾ അതിൽ വീണ്ടും വീണ്ടും ആഞ്ഞു വിരലൊടിച്ചു. പക്ഷെ സ്വരങ്ങൾ മാത്രം. സംഗീതം നിലച്ച ഗിത്താർ അവളുടെ ജീവിതം പോലെ. ഈ സംഗീതം അങ്ങ് സ്വർഗത്തിലെത്തണം. അവിടെ സ്വർഗീയ ദൂതന്മാർ അവന്റെ സ്വർഗത്തിലെ ആഗമനത്തിന്റെ വാർഷികം ആഘോഷിക്കണം. അവർ സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംഗീത ആലപനത്തിൽ മുഴുകിയിരിക്കുകയാണല്ലോ. മാലാഖമാർ ഈ സ്വരങ്ങൾക്കൊത്ത് സംഗീതം ആലപിക്കണം, സ്റ്റെല്ല മനസ്സിൽ പറഞ്ഞു. പിന്നെ അവൾ തല ഗിത്താറിലേക്ക് വെച്ചു. ചെരിഞ്ഞു കിടന്ന് കസേരയിലിരുന്ന അവളുടെ കാലുകൾ അപ്പോഴും ഭൂമിയെ സ്പർശിച്ചിരുന്നു. അടുത്ത നിമിഷങ്ങളിൽ അവൾ ഒരു ഗാഠനിദ്രയിലേക്ക് വീണു. പിന്നെ അവൾ കണ്ടത് അവളുടെ പ്രിയപ്പെട്ടവനോടൊത്ത് സ്വർഗത്തിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതാണ്. അതൊരു സ്വപ്നമാണെന്ന് വിശ്വസിക്കുവാൻ അവൾ തയ്യാറായിരുന്നില്ല.